ഇന്നലെയും ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ ഒരു അതിഥി വന്നു. പേരിട്ടിരിക്കുന്നത് ലിയോ. നക്ഷത്രങ്ങളുടെ കൂട്ടമെന്നാണ് ആ പേരിനുള്ള അർത്ഥം. ഇതാ ഈ കാണുന്ന അമ്മത്തൊട്ടിലാണ് കഴിഞ്ഞ ഡിസംബർ മാസം, അതായത് ഇന്നിപ്പോൾ 24 ദിവസം പിന്നിടുകയാണ്, 3 അതിഥികളാണ് അല്ലെങ്കിൽ 3 പിഞ്ചു കുട്ടികളാണ് ഈ പറയുന്ന അമ്മത്തൊട്ടിലേക്ക് എത്തിയത്. ഭീം, ഇതൾ, ലിയോ, അങ്ങനെ 3 പേർ. ഏറ്റവും അവസാനം വന്ന ലിയോക്ക് 5 ദിവസം മാത്രമായിരുന്നു പ്രായം. നമ്മളോടൊപ്പം ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി അരുൺ ഗോപി ചേരുകയാണ്. ഇതിപ്പോൾ ഈ മാസം തന്നെ 3 പേര് വന്നു. നവംബർ മാസത്തിലും ഇങ്ങനെ കുട്ടികൾ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു സുരക്ഷിതമായി കുട്ടികളെയൊക്കെ ഇങ്ങനെ അമ്മത്തൊട്ടിലേക്ക് എത്തുന്നു എന്നതും ഒരു സന്തോഷമാണ്, ദുഃഖത്തിനിടയിലും. തീർച്ചയായും യഥാർത്ഥത്തിൽ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാനുള്ള ഇടമല്ല, മറിച്ച് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഇടങ്ങളാണ് എന്ന് ശിശുക്ഷേമ സമിതി ആവർത്തിച്ച് പറയുകയാണ്. ശിശുക്ഷേമ സമിതി മാത്രമല്ല, സർക്കാരും അങ്ങനെ തന്നെ പറയുകയാണ്. കുട്ടികൾക്കെതിരായിട്ടുള്ള ചെറിയ തോതിലുള്ള അതിക്രമങ്ങൾ, ഞെട്ടിക്കുന്ന വാർത്തകൾ വന്ന സമയം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് സർക്കാരും സമിതി പറഞ്ഞത് സുരക്ഷിതമായി കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കാൻ മാർഗമുണ്ട്, അത് അമ്മത്തൊട്ടിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം കുട്ടികളുടെ എണ്ണം മുൻ വർഷങ്ങളെക്കാൾ വളരെ കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ മാസം ഇതുവരെയായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 കുട്ടികൾ, ഭീം, ഇതൾ, ഏറ്റവും ഒടുവിൽ വന്ന ലിയോ, 2 ആൺകുട്ടികളും 1 പെൺകുട്ടി. നവംബർ മാസത്തിൽ 2 കുട്ടികളാണ്. ഒക്ടോബർ മാസത്തിൽ 9 കുട്ടികളാണ് സമിതിയുടെ പരിചരണയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. കുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അമ്മത്തൊട്ടിൽ അതിനൊരു അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ അമ്മത്തൊട്ടിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനവും ഈ പ്രസ്ഥാനവും കുഞ്ഞുങ്ങളെ ഏറ്റവും സുരക്ഷിതമായി കാക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് കുട്ടികളുടെ എണ്ണം കൂടുന്നതെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എത്തുന്ന അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ടുവരുന്ന രക്ഷിതാക്കൾക്കും ഞങ്ങൾ ഈ കുട്ടികളെ അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ സുരക്ഷിതമായിരിക്കും, അവർക്ക് മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം കൂടിയാണ് ഈ ഇവിടത്തേക്ക് ഇങ്ങനെ കുട്ടികൾ എത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. തീർച്ചയായും ആ വിശ്വാസം വളരെ വലുത് തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു ദിവസം ഞങ്ങളൊരു അനുഭവം കൂടി പറയാം. ഒരു ദിവസം കുട്ടി വന്നു, ആ ദിവസം വാർത്ത കൊടുത്തില്ല, അതിൻ്റെ അടുത്ത ദിവസം വാർത്ത കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ലാൻഡ് ഫോണിലേക്ക് ചില ആളുകൾ വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികൾ എത്തിയിട്ടുണ്ടോ, അമ്മത്തൊട്ടിൽ കുട്ടികൾ എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ച അനുഭവവും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളേറെ സുരക്ഷിതമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി, ഇപ്പോൾ ഇന്നലെ കുട്ടി വരുമെന്ന് ഏകദേശ സൂചന ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി പകൽ സമയങ്ങളിൽ അമ്മത്തൊട്ടിൽ അലാറം മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഓടി വരുമ്പോഴെല്ലാം ഇവിടെ ആരെയും കാണാറില്ല പകൽ. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ കുട്ടികൾ വരാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന കൂടി ആയിരുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പം നേരത്തെ തന്നെ ചില ആളുകൾ വന്ന് ഇതൊക്കെ നോക്കി പോകുന്നൊരു രീതി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ, അതായത് 24 ഡിസംബർ മാസത്തിനിടെ 24 ദിവസത്തിനിടെ 3 പേർ, ഒന്ന് ഭീം, മറ്റൊന്ന് ഇതൾ, അതുപോലെ ഏറ്റവും അവസാനം ലിയോ. ആ പേരിൻ്റെ അർത്ഥം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നക്ഷത്രങ്ങളുടെ കൂട്ടമെന്നാണ്. ഇനി വരാനിരിക്കുന്നത് ക്രിസ്മസ് ആണ്. ആ ക്രിസ്മസിൻ്റെ ഇടയിൽ നക്ഷത്രങ്ങളായി അല്ലെങ്കിൽ നക്ഷത്രമായി ആ കുഞ്ഞിനും തിളങ്ങാൻ വേണ്ടി നക്ഷത്രമാണ് യഥാർത്ഥത്തിൽ വഴികാട്ടിയായി, മനുഷ്യ ചരിത്രത്തിൽ വഴികാട്ടിയായി മാറിയ നക്ഷത്രമാണ്. മറ്റൊന്ന് ക്രിസ്മസിനും നക്ഷത്രത്തിന് കഥയുണ്ട്, അതുകൂടി ചേർത്തിട്ടാണ് ലിയോ എന്ന് പേരിട്ട്. മറ്റൊന്ന് ലാറ്റിൻ ഭാഷയിലാണെങ്കിൽ ലയൺ എന്നർത്ഥവും കൂടി അതിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതിജീവനത്തിൻ്റെ ഒരു കരുത്താണ്, പോരാട്ടത്തിൻ്റെ ഒരു കരുത്ത്, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യിപ്പിച്ചിട്ടാണ് ലിയോ എന്ന പേര് ഇട്ടത്. ഇങ്ങനെ പേരിടുമ്പോഴും അത് വളരെയധികം ശ്രദ്ധിച്ചാണ് ഇടാറുള്ളത്. പേരിടുമ്പോഴും വളരെ ശ്രദ്ധിച്ചാണ് പേരിടാറുള്ളത്. പലപ്പോഴും ഇതുവരെ ഇട്ട പേരുകൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മത്തൊട്ടിൽ ഞാൻ വന്നതിനു ശേഷം ഇതുവരെയായി ഏകദേശം 65ഓളം കുട്ടികൾ, 65-ന് മുകളിൽ വന്നെങ്കിലേ ഉള്ളൂ, അത്രയധികം കുട്ടികൾ വന്നിട്ടുണ്ട്. അത്രയധികം കുട്ടികൾക്കും പേരിടാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ അഭിമാനമായി തന്നെ കാണുകയാണ്. അത്രയധികം കുട്ടികൾക്ക് പേരിടാൻ ഒരുപക്ഷെ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും അറിയില്ല. പക്ഷേ ഓരോ പേരിടുമ്പോഴും അടുത്തിനി കുട്ടി വന്നാൽ എന്ത് പേരിടുമെന്ന ആലോചന ഉണ്ടാവാറുണ്ട്. പക്ഷേ കുട്ടി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേര് സന്ദർഭോചിതമായി ലഭിക്കുമെന്നുള്ളത് കൂടി സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്.
എന്തായാലും നക്ഷത്രങ്ങളുടെ കൂട്ടത്തിനിടയിൽ ഒരു തിളങ്ങുന്ന നക്ഷത്രമായി നമ്മുടെ ഏറ്റവും അവസാനം വന്ന ലിയോ ഉൾപ്പെടെയുള്ള കുഞ്ഞുകുട്ടികൾക്ക് 5 ദിവസം മാത്രമായിരുന്നു ഈ ലിയോന് പ്രായമുള്ളത്. ആ കുട്ടിയാണ് വളരെ സുരക്ഷിതമായി ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ സനാഥത്വത്തിൽ കഴിയുന്നത്. എന്തായാലും ആ കുട്ടി വളരെ സുരക്ഷിതമായി ഇരിക്കുന്നു. ഈ ക്രിസ്മസിനിടയിലും ആ കുട്ടിയെ ഇവിടെ എത്തി വളരെ സുരക്ഷിതമായി ശിശുക്ഷേമ സമിതി ആ കുട്ടിയെ പരിപാലിക്കുന്നു. എന്തായാലും അനാഥത്വമല്ല, കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന ഏത് അനാഥത്വത്തിലും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനസ്സാണ് കേരളത്തിൻ്റേത്. അതുതന്നെയാണ് ഈ പറയുന്ന അമ്മത്തൊട്ടിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.